ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് തെറിവിളികൾ അതേപോലെ തന്നെ ടിപ്സ് ആൻഡ് നോളജ് എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ തെറി വിളിച്ചാലും വിളിച്ചു എന്ന് പറയുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വലിയ നെഗറ്റീവ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് കാരണം എനിക്ക് തെറിവിളി കിട്ടില്ല എന്ന് എനിക്ക് അത്രത്തോളം കോൺഫിഡൻറ്റ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തരുന്നത്. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ എന്തായാലും തോന്നും. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ അവർക്കും കൂടി എത്തിക്കുക, അല്ലാതെ സ്വയം ഒന്നും ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പറയുന്ന പോലെ 150 ലൈക്കൊക്കെ നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ NC ടോക്കൺസ്, അതായത് നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇന്ന് 17-ാം തീയതി 3:30 നമ്മുടെ ഇന്ത്യൻ ടൈമിൽ ലിസ്റ്റ് ആവാൻ പോവാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം സോൾ നമുക്ക് വേണം, ആ സോൾ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും, അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, ഇതിൻ്റെ പ്രീ മാർക്കറ്റ് എത്രയാണ്, നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവൻ്റെ നോട്ട് പേൻ്റെ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. നമ്മുടെ നോട്ട് പേക്ക് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ 7 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മുടെ നോട്ട് പേ വന്നിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഗ്രാസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രാസിന് 4.3 മില്യൺ സംതിങ് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആ പ്രൊജക്റ്റ് വന്നും കൊണ്ട് ഹൈ ലെവൽ പ്രൈസിലാണ് അത് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ട് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായത്. കാരണം ഹൈ ലെവൽ പ്രൈസിൽ $3 $4 അങ്ങനെയുള്ള ഒരു ലെവലിൽ വരെ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇതിൽ കിട്ടില്ല, അത്രത്തോളം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായും കിട്ടും. അപ്പോൾ നോട്ട് പേ ഒക്കെ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഇതൊരു ടെലിഗ്രാം പ്രൊജക്റ്റ് അല്ലാതെ വേറൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് നിങ്ങൾ എല്ലാവരും മൈൻഡ് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും എന്ന് 100 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് കാല് പിടിച്ച് പറഞ്ഞ പ്രൊജക്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ എൻ്റെ വീഡിയോ കണ്ട് കയറിയ ആൾക്കാർക്ക് എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ, വേറെ രീതിയിൽ കയറിയ ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ, എന്തായാലും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇത് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 7 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് നമ്മുടെ നോട്ട് പേ പ്രൊജക്റ്റിനുള്ളത്. അതേപോലെ തന്നെ ഇത് ഏതിലേക്കാണ് ലിസ്റ്റ് ആവുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ 2-3 എക്സ്ചേഞ്ചിൽ വന്നിട്ട് ആൾക്കാർ കുറച്ച് പേര് ഇതിനെപ്പറ്റി അറിയുന്നുള്ളൂ. പക്ഷേ ഇത്രത്തോളം എക്സ്ചേഞ്ചിൽ വരുമ്പോൾ അത്രത്തോളം ആൾക്കാർ ഇത് ട്രേഡ് ചെയ്യും. എല്ലാ എക്സ്ചേഞ്ചിലും യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം മിനിമം ഇല്ലെങ്കിൽ മാക്സിമം ട്രേഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഈ ടോക്കൻ്റെ വാല്യൂ കൂടില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മേജറായിട്ട് അവർ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ OKX എക്സ്ചേഞ്ച് ആണ്. OKX വരുന്ന ഓരോ പ്രൊജക്റ്റുകളും ചറപറാന്നുള്ള അങ്ങനെ നെഗറ്റീവായിട്ടുള്ള പ്രൊജക്റ്റുകളും ഉണ്ട്. പക്ഷേ OKX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റുകളാണ് അവർ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ OKX നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. ബിറ്റ്ഗെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിറ്റ്ഗെറ്റിൻ്റെ കാര്യം നമുക്ക് പറയണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഇന്ത്യയിലുള്ള ആൾക്കാരും അങ്ങനെയുള്ള സൈഡിലുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ബിറ്റ്ഗെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പോലും ബിറ്റ്ഗെറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിറ്റ്ഗെറ്റ് കൊണ്ടുവരുന്ന പ്രൊജക്റ്റൊക്കെ വളരെയധികം ദുരന്തമാണ്. ഓർമ്മിപ്പിക്കല്ലേ എന്നാണ് പറയുന്നത് ടോമനെ പറ്റിയിട്ട്. അതുകാരണം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ചും സാധാരണ ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. ക്യൂകോയിൻ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ്. ഒരുപാട് യൂസേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ അതിൽ വളരെ ഈസി ടു യൂസ് ആണ്. അതുകൊണ്ട് ക്യൂകോയിൻ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കാരണം ക്യൂകോയിൻ കൊണ്ടുവന്നതും വളരെ നല്ലൊരു എക്സ്ചേഞ്ച് തന്നെയാണ്. മെക്സി ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് നമ്മുടെ ഇവിടെ അല്ലെങ്കിലും വേറെ വെളിയത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്സി കൊണ്ടുവന്നതും വളരെ നല്ല കാര്യമാണ്. മെറ്റാഓറ അതേപോലെ തന്നെ BTXC എന്ന് പറയുന്നതൊക്കെ നമ്മൾ പോപ്പുലാരിറ്റി ഉള്ള ഇല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിലും ഇല്ലെങ്കിൽ നമുക്കറിയില്ലെങ്കിലും അവർ കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. BigX എന്ന് പറഞ്ഞതും ബിറ്റ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതും വളരെയധികം പോപ്പുലറും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത്രത്തോളം 1 2 3 4 5 6 7 8 9 എക്സ്ചേഞ്ചുകളിലാണ് നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇന്ന് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടട്ടെ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇത് എവിടെയാണ് ക്ലെയിം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ അതിൽ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിവി ബ്രൗസർ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഫോണിൽ യൂസ് ചെയ്യുന്നവരെല്ലാവരും കിവി ബ്രൗസർ തന്നെയാണ് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ കാണിച്ചു തരുന്നത്. എൻ്റെ മെയിൻ ആയിട്ടുള്ളത് എൻ്റെ ലാപ്പിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരാതെ തന്നെ ഞാൻ അതിൽ പറഞ്ഞുതരാം. അപ്പോൾ നേരെ ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡാഷ്ബോർഡ് ഉണ്ടാവും. ഈ ഡാഷ്ബോർഡിൽ നമുക്കിവിടെ പോയിന്റ്സ് ആൾറെഡി മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീസൺ 3. അപ്പോൾ സീസൺ 1ഉം സീസൺ 0യും സീസൺ 1ഉം സീസൺ 2ൻ്റെയും ആയിട്ടുള്ള എയർ ഡ്രോപ്പ് ആണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. സീസൺ 3യിൽ വന്നിട്ട് നിങ്ങൾ ആൾക്കാർ വന്നിട്ട് എന്താണ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അത് ഇനി അടുത്ത എയർ ഡ്രോപ്പിലാണ് നിങ്ങൾക്ക്
കിട്ടുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 17 ജാന് 10 UTC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടൈമിൽ ഒരു 3:30 ആകുമ്പോഴാണ് നമുക്ക് എപ്പോൾ നമ്മുടെ ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ NC എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലൈവ് ട്രേഡിൽ വരുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ലിസ്റ്റ് ആവും. ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ അവൻ്റെ തന്തയ്ക്ക് നളക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവൻ്റെ ട്വിറ്റർ പേജിൽ പോയിട്ട് വിളിച്ചോ. അപ്പോൾ എന്തായാലും മാറ്റാൻ ചാൻസ് ഇല്ല, അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണ്, ഇന്ന് 3:30 ആകുമ്പോൾ നമ്മുടെ NC ടോക്കൺ, ഇന്ത്യൻ ടൈമിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇന്ന് 3:30 ആകുമ്പോൾ നമ്മുടെ NC ടോക്കൺ നമുക്ക് എല്ലാവർക്കും ലൈവ് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എപ്പോഴാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇനി അടുത്ത് നിങ്ങളുടെ മണ്ടിയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവിടെ ഏറ്റവും മേലെ പ്രീ ലോഞ്ച് ക്ലെയിം ലൈവ് സബ്മിറ്റ് യുവർ OKX ഡീറ്റെയിൽ ഹിയർ ടു പ്രിപ്പയർ ഫോർ NC എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരും ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരും കൂടുതലും OKX വാലറ്റ് ഒന്നും KFC കംപ്ലീറ്റ് ചെയ്യാൻ, OKX എക്സ്ചേഞ്ച് ഒന്നും KFC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ OKX ഉള്ളവർക്കൊക്കെ ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് ആണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്യാസ് ഫീ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ OKX നമ്മുടെ അവിടെ ഒരിക്കലും ലോഡാവുന്നില്ല, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ അതിൽ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ഈ ക്ലെയിം അവിടെ മേലുള്ള ഓപ്ഷനിൽ സബ്മിറ്റ് എന്നുള്ള അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് കാണുക, നോട്ട് കോയിൻ ക്ലെയിം യുവർ നോട്ട് കോയിൻ റിവാർഡ് ടുഡേ ആൻഡ് സെക്യൂർ സ്റ്റേക്ക് ഇൻ ദ നോട്ട് പേ നെറ്റ്വർക്ക് ആൻഡ് യുവർ സ്റ്റേക്ക് പവർ ദ ഫ്യൂച്ചർ ഓഫ് AI എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന അവരൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ക്ലെയിമിംഗ് എൻഡ് ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇനിയും 45 ദിവസം, എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് 45 ദിവസം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്ലെയിം NC എന്ന് പറഞ്ഞിട്ട് കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഏത് വാലറ്റാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നോട്ട് പേയിൽ ഏത് വാലറ്റാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഫാൻറ്റം വാലറ്റ് അല്ലെങ്കിൽ സോൾ വാലറ്റ് ഏതാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ടത്. വേറെ ഏത് കണക്ട് ചെയ്താലും നിങ്ങളുടെ ടോക്കൺസ് അവിടെ കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ മൊബൈലിൽ എടുത്ത കാരണം എൻ്റെ ലാപ്ടോപ്പിലുള്ള വാലറ്റാണ് ഞാൻ കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ടെലിഗ്രാമിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്കിവിടെ നോട്ട് പേയിൽ എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 448.85 NC ടോക്കൺസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ വാലറ്റ് കണക്ട് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, 0 ക്ലെയിംഡ്, 0 അൺലോക്ക്ഡ്, 448 ലോക്ക്ഡ് എന്ന്. അപ്പോൾ ലോക്ക്ഡ് എന്ന് കാണുമ്പോൾ വീണ്ടും പേടിക്കാൻ നിൽക്കണ്ട, അവരവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അൺലോക്ക്. ഈ ലോക്ക്ഡ് ആയിട്ടുള്ള ടോക്കൺസ് എപ്പോഴാണ് അടുത്ത് അൺലോക്ക് ആവുക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 1/17/2025, അതായത് 17 ജാനുവരി 2025 1:30 PM ആകുമ്പോൾ ഇത് അൺലോക്ക് ആവും. അൺലോക്ക് ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുമ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ താഴെ വന്നിട്ട് ബ്രോ 0.02 സോൾ അവിടെ കാണിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് ഞാൻ വാങ്ങുക, എവിടെ നിന്നാണ് കിട്ടുക, ആൻറ്റിലേക്ക് എനിക്ക് സോൾ താന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന സ്റ്റാർട്ടിങ് തന്നെ ആൾക്കാർ വന്ന് പറയും എനിക്ക് സോൾ താന്ന്. അപ്പോൾ അവർക്കുള്ളൊരു ആൻസറും കൂടിയിട്ട് ഞാൻ അതിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സോൾ എവിടെ നിന്നാണ് വാങ്ങേണ്ടത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ കണ്ടോ, യു ഡു നോട്ട് ഹാവ് എനി നേറ്റീവ് ടോക്കൺ ടു എക്സിക്യൂട്ട് ട്രാൻസാക്ഷൻ. വേറെ ഏതൊരു ടോക്കൺ നമുക്ക് വേണ്ട, യു നീഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 0.02 സോൾ ഇൻ യുവർ വാലറ്റ് ടു ക്ലെയിം ദ ടോക്കൺ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.02 സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലെങ്കിൽ അത്രത്തോളം എമൗണ്ട് ഓഫ് അസറ്റ് നിങ്ങളുടെ വാലറ്റിൽ വെച്ചെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.02 എന്ന് പറഞ്ഞാൽ എത്ര ഇന്ത്യൻ റുപ്പീസാണ്, ഒരു 400 രൂപയുടെ അടുത്തെങ്കിലും നിങ്ങൾ വാങ്ങി വെക്കണം. വാങ്ങി വെച്ചാലാണ് ഈ 0.02 എന്ന് പറയുന്നത് നമുക്ക് സോൾ ഫെയർ എന്നൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. 450 രൂപയൊക്കെ എന്തായാലും നമുക്ക് വാങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുമ്പോഴൊക്കെ കൂടും, കുറയാനും സാധ്യതയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരെ ഇവിടെ അടുത്ത് പോകുന്നത് എവിടേക്കാണ്, നമ്മുടെ സോൾ ഫെയർ ആണ്. എങ്ങനെയാണ് നമ്മുടെ ഈ സൊലാന ടോക്കൺസ് നമുക്ക് വാങ്ങുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോൾ ഫെയർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് APK ഫയലും അവിടെ നിന്ന് ഇവിടെ നിന്ന് കഷ്ടപ്പെടുമൊന്നും വേണ്ട, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ സോൾ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റ് കിട്ടും. ആ വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ബൈ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾ ഫെയറിൽ നിന്ന് സൊലാന വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് നമ്മൾ സോൾ ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളതൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് ഒരു പൈസ തന്നിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കിവിടെ എത്രത്തോളം എമൗണ്ട് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു 400 രൂപയ്ക്കൊക്കെ വാങ്ങാമെന്നാണ്. ആൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് അതിൽ വാലറ്റിലൊക്കെ ഉണ്ട്, എന്നാലും ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 400 രൂപ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 400 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ 0.01901945 എന്ന് പറഞ്ഞിട്ടുള്ള സോളാണ് നമുക്ക് കിട്ടുക. ഇത് എത്രത്തോളം സോൾ കിട്ടിയാലും നമുക്ക് അവിടെ നിന്ന് പൈസയാക്കി മാറ്റാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ UPI അവൈലബിൾ ആണ്. അപ്പോൾ ബൈ സോൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ബൈ സോൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നേരെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് മേ ബി ഒരു ആധാറോ പാനൊക്കെ കൊടുക്കേണ്ടതായിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഏതൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും KFC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അവൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ 400 രൂപയ്ക്ക് വാങ്ങാൻ പോവാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്ത കാരണമാണ് ഇങ്ങനെ ആൾറെഡി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ബൈ സോൾ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ബൈ സോൾ എന്ന് കൊടുക്കുമ്പോൾ ആൾറെഡി ഞാൻ UPI ID ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇവിടെ ആഡ് ന്യൂ UPI ID
എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എവിടെ നമുക്കൊരു പോപ്പ് കിട്ടും, ഒന്നില്ലെങ്കിൽ ഗൂഗിൾ പേ എന്ന് നമുക്ക് ഇവിടെ ഒരു പോപ്പ് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മെസ്സേജ് ആയിട്ട് നമുക്കൊരു പോപ്പ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും വന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നേരെ ഗൂഗിൾ പേ എടുക്കുക. ഗൂഗിൾ പേ എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് വന്ന് കിടക്കുന്നത് ഇല്ലെങ്കിൽ പെൻഡിങ് പോസ്റ്റ് കണ്ടോ, നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരാത്തവരാണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പെൻഡിങ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളവിടെ പോയിട്ട് നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റ് വൺ ഞാൻ ഡിക്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ റിക്വസ്റ്റ് ഫ്രം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പേ കൊടുക്കുന്നുണ്ട്. പേയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ എമൗണ്ട് ഇവിടെ പേ ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൺഫേം ആയി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കൺഫേം ആവും. കൺഫേം ആയി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ സൊലാന എന്ന് പറയുന്ന ടോക്കൺസ് നിങ്ങൾക്ക് സോൾഫെയറിൽ ക്രെഡിറ്റ് ആവും. നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇവിടെ പേ ചെയ്തിട്ട് നേരെ വീണ്ടും അതിൻ്റെ ബാക്ക് പേജിലേക്ക് വരികയാണ്. ബാക്ക് പേജിലേക്ക് വരുമ്പോൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ വിത്തിൻ എത്ര പെട്ടെന്നാണ് ആയി നോക്കി. അപ്പോൾ ഇതിൽ ഒരു ഡിഫിക്കൽട്ടീസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ വന്നോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് ഒന്ന് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ തന്നെ വരും. ഇല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡിലുള്ള എന്താണ് നിങ്ങൾക്ക് ടോക്കൺസ് അവിടെ കിട്ടും. നിങ്ങൾ അതുകൊണ്ട് പേടിക്കേ വേണ്ട. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വന്നു. അപ്പോൾ എന്തായാലും $4 NC ഇല്ലെങ്കിൽ സോലാന ടോക്കൺസ് ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അയക്കണമെങ്കിൽ വീണ്ടും ബ്രോ ചാർജ് പിടിക്കില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ചാർജ് ഒന്നും ഇവിടെ നിന്ന് പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ $4 അയച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 4.02 ആണല്ലോ. അപ്പോൾ $4 അവിടെ കിട്ടും. 0.2 എന്നുള്ളൊരു ചാർജൊക്കെ ആയിരിക്കും അവർ പിടിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ വല്ല തെറ്റായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്നിട്ട് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ NC ടോക്കൺ ഇല്ലെങ്കിൽ അതായത് ഈ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ എത്രത്തോളം പ്രീ മാർക്കറ്റ് ആണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ പ്രീ മാർക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ മെക്സിൻ്റെ ഒരു പ്രീ മാർക്കറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ കമ്പയർ ചെയ്യാം. ഏതൊരു ഇതിലാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്താലും വരും. നോട്ട് പേ പ്രീ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നമ്മൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അത് എടുത്തെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെക്സിയിൽ ലാസ്റ്റ് പ്രീ മാർക്കറ്റ് ട്രേഡ് പ്രൈസ് എന്ന് പറയുന്നത് 0.47000 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളറാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 47 രൂപയൊക്കെയാണ്, 30-40 രൂപയൊക്കെയാണ് ഒരു NC ടോക്കൺസിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ട് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 448 ടോക്കൺ ഇൻറ്റു ഇപ്പോൾ $0.47 ആണെങ്കിൽ $210 എനിക്ക് കിട്ടുക. $210 എന്ന് പറഞ്ഞാൽ 8 ഒരു 16,000 രൂപയൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടുക എന്നാണ് ലാസ്റ്റ് ട്രേഡറിന് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഒന്ന് കുറഞ്ഞു, ഒരു 2 ആണെങ്കിൽ $89, ഒരു $100 അടുത്ത് എനിക്ക് കിട്ടുമായിരിക്കും. അതല്ലാതെ നമുക്കിതിൽ വളരെയധികം പ്രൈസൊക്കെ കൂടി എന്നുള്ളൊരു കാര്യമൊക്കെ ആണെങ്കിൽ $1 ഒക്കെ ബെബോ വരികയാണെന്നുണ്ടെങ്കിൽ $448 എനിക്ക് കിട്ടുക. ഞാൻ ഇന്ന് തന്നെ അറ്റാക്ക് വരും. എന്താണെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പ്രോഫിറ്റ് ഒന്നും എനിക്ക് ഏതൊരു പ്രൊജക്റ്റൊന്നും കിട്ടിയിട്ടില്ല. ട്രേഡ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഉണ്ട്, അതൊന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ സന്തോഷിക്കാം. നമുക്ക് ഗിവ് അവേകളുടെ ചറപറാന്ന് നടത്തിക്കൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്, അതേപോലെ തന്നെ സോൾ നിങ്ങൾ വാങ്ങിയോ, സോൾ വാങ്ങാനുള്ള ഓപ്ഷനും ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരണോ, അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണമെങ്കിൽ അതും കൂടി പറഞ്ഞു തരാം. ചിലപ്പോൾ ആദ്യമായിട്ട് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ സെൻഡ് ഓപ്ഷൻ ഉണ്ട് സോൾഫെയറിൽ. അതിൽ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് വാലറ്റിലേക്കാണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഫാൻറ്റം വാലറ്റിൽ ഇവിടെ ഫോർ എക്സാമ്പിളായിട്ട് കാണിച്ചു തരികയാണ്. ഞാൻ ഒരിക്കലും ഇതിൽ സെൻഡ് ചെയ്യില്ല, എൻ്റെ മറ്റേ അക്കൗണ്ടിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫാൻറ്റം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അവിടെ റിസീവ് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ സോൾഡ് അഡ്രസ്സ് കാണും. ആ സോൾഡ് അഡ്രസ്സ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് അത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റിസീവ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ റിസീവ് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾഡ് അഡ്രസ്സ് നമുക്ക് കിട്ടും. ഇവിടെ സോൾഡ് അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അഡ്രസ്സും അതേപോലെ തന്നെ അക്കൗണ്ടും ഇവിടെ കാണാൻ പറ്റും. കണ്ട ഉടനെ നമുക്ക് എത്രത്തോളം സോളാണ് നമുക്കിവിടെ അയക്കേണ്ടതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കൺഫേം കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് $50 ഒക്കെ ഈ ചാർജ് പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മേ ബി സോൾഫെയറിന് അവർ ചെറിയൊരു ചാർജ് പിടിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇത് അയച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ കുറച്ച് സോൾ ഉണ്ടെങ്കിൽ അത് പിന്നെ അയക്കാം.
അയക്കാൻ പറ്റും. നിങ്ങൾ പേടിക്കേ വേണ്ട. അപ്പോൾ എന്തായാലും ഇത്തിരി കൂടുതൽ എമൗണ്ട് വാങ്ങേണ്ടി വരും. നമുക്ക് നമ്മുടെ ആവശ്യമാണല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ കണ്ട സൈറ്റിൽ നിന്നും ആൾക്കാരുടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങളുടെ ഈടാക്കുകയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അയക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ നോട്ട് പേയിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടുന്നത് $1 ആണെങ്കിൽ $448 കിട്ടുക. അതല്ലാതെ അതിനെ പോലെ പാതി ഡോളറൊക്കെ ആണെങ്കിൽ ഒരു $210 ആയിരിക്കും എനിക്ക് കിട്ടുക. അതിനേക്കാളും കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു $100 ദൈവം എനിക്ക് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് ഉള്ളത് അത് നിങ്ങൾ താഴെ വന്ന് മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിലൊന്നും കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബിസിയായി. ഞാൻ മെൻഷൻ ആണല്ലോ, നിങ്ങളെപ്പോലെ പല കാര്യങ്ങളും എനിക്കും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനൊക്കെ എന്തായാലും റിപ്ലൈ തരാം. ഈ നോട്ട് പേ ഇല്ലെങ്കിൽ NC ടോക്കൺസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, താഴെ കമൻറ്റിൽ വന്ന് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൊക്കെ ഒരു പോസ്റ്റ് ഇടും. ഈ പോസ്റ്റ് ഇടുന്നതിന് അവിടെ ഒരു കമൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ 2 പേരെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിള്ളേരൊക്കെ വളരെ ആക്റ്റീവാണ്. എന്നെക്കാളും ബുദ്ധിയുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ താഴെ വന്നിട്ട് പറയുക. അപ്പോൾ നമ്മുടെ അഡ്മിൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാനായിക്കോട്ടെ, ഇല്ലെങ്കിൽ അവിടെ കുറച്ച് നല്ല പിള്ളേരായിക്കോട്ടെ, അവർ വന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ആ നോട്ട് പേൻ്റെ സെഷനിൽ വന്നിട്ട്, ആ നോട്ട് പേൻ്റെ സെഷനിൽ എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അത് താഴെ വന്നിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സിഗ്നൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിഗ്നൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേറെ പറയാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ ലൂട്ട്സിൻ്റെ കാര്യമൊക്കെ കഴിയാറായി. ഇനിയും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എനിക്കൊരു നഷ്ടമില്ല. എനിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള ആൾക്കാർക്ക് 10,000-16,000 രൂപ ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ നാളെ ഒരു ഗിവ് അവേ ഉണ്ട്. 500 രൂപയ്ക്കാണ് കൊടുക്കുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ മാസം കൊടുക്കാൻ, ഇല്ലെങ്കിൽ ആഴ്ചയ്ക്ക് കൊടുക്കാൻ ഞാൻ അത്രത്തോളം നേരായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ലൂട്ട്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UPI ID കൊടുക്കുക. UPI ID കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, KFC കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സഡനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ പേയിൽ പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ അത് ഒരിക്കലും പേടിക്കേണ്ട. ഇതിലൊരു ചാർജോ ഒരു പൈസയോ ഒരു കാര്യങ്ങളും നിങ്ങളൊന്ന് പിടിക്കില്ല. അപ്പോൾ ഏഞ്ചൽ മണി ചെയ്ത ആൾക്കാരാണെങ്കിൽ കൂട്ടുകാരനൊന്ന് അയച്ചു കൊടുക്കുക, അവനും കിട്ടിക്കോട്ടെ 171. അതേപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ 125 രൂപയുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്സ്റ്റോക്സിൻ്റെ ലൂട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എയർടെൽ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ഈ എയർടെൽ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സിം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ജിയോ VI സിമ്മൊക്കെ നമുക്ക് അവിടെ അപ്ലിക്കബിൾ ആണ്. അത് കാരണം അക്കൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ അവിടെ ചാർജ് കൊടുക്കാനോ പൈസ കൊടുക്കാനോ മന്ത്ലിയോ വർഷത്തിലോ ഒരു ചാർജ് നിങ്ങൾക്ക് പിടിക്കുന്നില്ല. ഈ അക്കൗണ്ട് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ ഈ ഒരു സെറ്റിങ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ട് എങ്ങനെയൊക്കെ പൈസ കിട്ടുന്നോ ആ പൈസയൊക്കെ നിങ്ങൾ എടുക്കുക. എത്രത്തോളം ചെറിയ ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10 രൂപ ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, 5 രൂപ ആയിക്കോട്ടെ, ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാ പൈസയും നിങ്ങൾ എടുക്കണം. ഇപ്പോൾ എടുത്താലാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്യൂച്ചറിൽ എത്രത്തോളം ഓടിയാലും എത്രത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് പൈസയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിലിപ്പോൾ ബന്ധവുമില്ല, ഒരു കാര്യങ്ങളില്ല, കുടുംബക്കാരില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ബഹുമാനവും എല്ലാ കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ പല സെലിബ്രേഷനൊക്കെ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്തൊക്കെ സെലിബ്രേഷൻ ചെയ്താലും നമ്മൾ ഈ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അച്ചീവ്മെൻറ്റ് ചെയ്തു? ഒരു അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് എങ്ങനെയൊക്കെ പൈസ കിട്ടുന്നോ അങ്ങനെയുള്ളൊക്കെ പൈസ ഉണ്ടാക്കുക. അതുകൊണ്ട് കണ്ട് ഇല്ലീഗലായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പറയില്ല. നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കുക. ഇല്ലീഗലായിട്ട് ചെയ്യാം, പിടിക്കപ്പെടാതെ വേണമെങ്കിൽ ചെയ്തോ. പക്ഷെ ഞാൻ പ്രൊമോട്ട് ചെയ്തതല്ല, പക്ഷെ എന്തായാലും ഒരു ഹിൻ്റൊക്കെ തന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കയറുക. ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കൂടി കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ പേയ്മെൻറ്റ് കാണിച്ചു തരാം. എനിക്ക് ഇന്നലെയും കയറി, ഇന്നും കയറും, എപ്പോഴും കയറുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പറയുന്നുണ്ട് ആൾക്കാരോട് കയറ്, നിങ്ങൾക്ക് പൈസ കിട്ടും. ഞാൻ ഓരോ ആൾക്കാരോടും പറയുന്നുണ്ട് എനിക്കും പൈസ കിട്ടും, നിങ്ങൾക്കും പൈസ കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്കും ഉണ്ടാക്കാം, നമ്മുടെ ചാനലിൽ കയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ 160 രൂപ, 125 രൂപ, 80 രൂപ സംതിങ് ഇത്രത്തോളം പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ലിങ്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയ പൈസ ഉണ്ടാക്കാം. അവർക്ക് കുറേ പേർക്ക് അയച്ചു കൊടുക്കാം, അവർക്കും പൈസ ഉണ്ടാക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ലൂട്ട്സിലുണ്ട്, ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ ചെയ്തവർക്കൊക്കെ പേയ്മെൻറ്റ് കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട്. അതെന്തായാലും 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് കയറും. നിങ്ങൾ പേടിക്കേ വേണ്ട. അപ്പോൾ എല്ലാവരും ഇതിൽ കയറുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ നോട്ട് പേ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ സോള് എവിടെ നിന്നാണ് വാങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് കിട്ടുക, പ്രീ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 0.4 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂയിലാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ
മറക്കാതെ തന്നെ ഈ ലൂട്ട്സിൽ കയറുക, ഇല്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ, ഈ ടെലിഗ്രാമിൻ്റെ ഈ ലൂട്ട്സിൻ്റെ എല്ലാ ലിങ്കൊക്കെ ഞാൻ എവിടെ കൊണ്ടിട്ടുണ്ട്, ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് കയറുക, ആ ഗ്രൂപ്പിലും കയറുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, എല്ലാ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് എല്ലാവർക്കും നല്ല പൈസയൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.